അധ്യായം അതിന്റെ 41 വാക്യം. യോഹന്നാൻ 11:41 ഇങ്ങനെ വായിക്കുന്നു. 40-41 വാക്യങ്ങൾ. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഓക്കെ, ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് 41 വാക്യത്തെ ബേസ് ചെയ്താണ്. കർത്താവ്, നമുക്കറിയാം, ആ ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ലാസർ മരിച്ച് അടക്കപ്പെട്ടിരിക്കുന്നു. വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന മാർത്തയുടെയും മറിയയുടെയും കുടുംബം. അവിടേക്ക് അവർ പ്രതീക്ഷിച്ച സമയത്തൊന്നും യേശു വന്നില്ല, അല്ലെങ്കിൽ യേശു അവരോട് സംസാരിച്ചില്ല. ഹല്ലേലൂയ. എന്നാൽ അവരുടെ പ്രതീക്ഷയെല്ലാം മങ്ങി, പ്രതീക്ഷയ്ക്ക് ഒരു സ്ഥാനവും ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഇനി പ്രതീക്ഷിച്ചിട്ടൊരു കാര്യവുമില്ല. കാരണം അവർ ജീവിച്ച അവരുടെ ആ ജീവകാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം അവർ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അങ്ങനെ ഒരു സമയത്ത് കർത്താവ് അവിടെ കടന്നു വന്നിട്ട് ആ കല്ലറയ്ക്കലോട്ട് പോയി. ലാസർ പുറത്ത് വന്നിട്ടില്ല, പക്ഷെ അതിനു മുൻപ് കർത്താവ് ചെയ്ത ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് നമ്മളിപ്പോ വായിച്ചത്. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. കർത്താവ് ദൈവത്തിന് നന്ദി പറയുന്ന, അല്ലെങ്കിൽ ദൈവത്തെ വാഴ്ത്തുന്ന ഒരു യേശുവിനെ, പിതാവാൻ ദൈവത്തെ വാഴ്ത്തുന്ന ഒരു യേശുവിനെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. അതിനുശേഷം 1-2 വാചകങ്ങൾ കൂടി താൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു, എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരെ വിശ്വസിക്കേണ്ടതിന് അവരെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറയും. കർത്താവിന്റെ പ്രാർത്ഥന കർത്താവ് ആരംഭിക്കുന്നത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ്. ഹല്ലേലൂയ. പിതാവിന് നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. കർത്താവെ, അങ്ങേക്ക് നന്ദി. കർത്താവെ, അങ്ങേക്ക് സ്തോത്രം. അല്ലെങ്കിൽ പിതാവെ, അങ്ങേക്ക് സ്തോത്രം. അവിടെ നിന്റെ പ്രാർത്ഥന കേട്ടതിനായി. കാരണം അത്ര വിശ്വാസത്തോടെ കർത്താവ് ഇവിടെ പറയുക. കാരണം നമുക്കറിയാം, ലാസർ പുറത്ത് വന്നിട്ടില്ല, ആ ഒരു ഡെലിവറൻസ് അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ അവിടെ നടന്നിട്ടില്ല. പക്ഷെ അതിനു മുൻപേ പിതാവാൻ ദൈവത്തെ വാഴ്ത്തുന്ന ഒരു യേശു. പോയൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന് നമ്മളോർത്തും സംസാരിക്കാനുള്ള കാര്യം ഇതാണ്. ഹല്ലേലൂയ. നമ്മളുടെ നാവിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട സ്തുതിയാണ്. ഹല്ലേലൂയ. ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ അല്ലെങ്കിൽ പെറ്റീഷൻസ് നമ്മുടെ പക്കലുണ്ട്, നമ്മുടെ എല്ലാവരും പക്കലുണ്ട്. ഇപ്പൊ നമ്മൾ പ്രാർത്ഥനാ വിഷയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണമേ എന്ന് പറയാൻ ആവശ്യമില്ലാത്ത ആരും ഇവിടെ ഉണ്ടാകത്തില്ല. എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കർത്താവിനെ അത് പറയാൻ നമുക്ക് സന്തോഷവുമാണ്. പക്ഷെ അതിലുപരി കർത്താവെ, ആ വിഷയം ദേവസ്വനെ കൊടുക്കുന്നതിന് മുമ്പ് ആ വിഷയത്തിൽ അങ്ങ് വിടുതൽ തന്നതിനായിട്ട് നന്ദി, ആ വിഷയം അങ്ങ് കേട്ടതിനായിട്ട് നന്ദി എന്ന് പറഞ്ഞ തികച്ചും ഹാർട്ട്ഫുൾ ആയിട്ട്, അതായത് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ നമ്മൾ എത്ര പേർക്ക് സാധിക്കും. ഹല്ലേലൂയ. ഒരു മാനിഫെസ്റ്റേഷൻ കണ്ടതിന് ശേഷം, ഡെലിവറൻസ് കണ്ടതിന് ശേഷം നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ ഈസിയാണ്. പക്ഷെ ഡെലിവറൻസ് കാണുന്നതിന് മുൻപ്, ഡെലിവറൻസ് നടക്കുന്നതിന് മുൻപ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു, നാളുകൾ ആ വിഷയത്തിന് വേണ്ടി ഇടവിൽ നിന്നു. പക്ഷെ ഇപ്പോഴും ആ വിഷയത്തിന് ചലനമൊന്നുമില്ല, ആ വിഷയത്തിൽ ഒരു മാറ്റവും ഇല്ല. അപ്പോഴും ആ വിഷയത്തെ ഓർത്തിട്ട് കർത്താവിന് നന്ദി പറയാൻ നമുക്ക് സാധിക്കണം. അതാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കാൻ പ്രതികൂലത്തിന്റെ സ്തുതിക്കാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഒരു മറുപടി കിട്ടിയതിന് ശേഷം നമുക്ക് സാക്ഷ്യം പറയാൻ ഭയങ്കര ഈസിയാണ്, ടെസ്റ്റിമണി പറയാൻ ഈസിയാണ്. ഹല്ലേലൂയ. കർത്താവ് എന്നെ അങ്ങനെ നടത്തി, ദൈവ ആ തീയിൽ നിന്ന് വലിച്ചെടുത്തു, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് എന്നെ വിടുവിച്ചു എന്നൊക്കെ പറയാൻ. അപ്പൊ നമ്മുടെ ഉള്ളം നിറഞ്ഞ കവിയിൽ സന്തോഷത്താലല്ലേ ഓട്ടോമാറ്റിക്കായിട്ട് വാക്കുകളൊക്കെ നമ്മുടെ വായിൽ ഒഴുകും. കാരണം ദൈവം അത്ര അത്ഭുതം ചെയ്തിരിക്കുക. ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താൻ ഭയങ്കര ഈസിയാണ്. പക്ഷെ ആ മാനിഫെസ്റ്റേഷൻ നടക്കുന്നതിന് മുൻപ്, വിടുതൽ കാണുന്നതിന് മുൻപ് കർത്താവിനെ സ്തുതിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? യഥാർത്ഥ വിശ്വാസവും സ്നേഹവും അവിടെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കർത്താവ് കാണിച്ചു തന്ന മാതൃക അതാണ്. യഥാർത്ഥ വിശ്വാസവും യഥാർത്ഥ സ്നേഹവും അവിടെയാണ് കർത്താവ് നമ്മോട് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. കാര്യം അങ്ങനെ സ്തുതിക്കുമ്പോൾ ചില സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, ചില മാറ്റങ്ങൾ.
വലിയ ചില ദൈവിക പ്രവർത്തിക്കുള്ള വലിയ ഉണ്ടാകുന്നുണ്ട്. സ്തോത്രം. അതിനെക്കുറിച്ചും കൂടി ഒന്ന് ചിന്തിക്കാൻ നമുക്ക് ദിവസങ്ങളിൽ ആയിരിക്കാം. സ്തോത്രം. നമ്മൾ അങ്ങനെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ, അതായത് ഡിഫിക്കൽട്ടി ആയിട്ട് ചാലഞ്ചസ് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ, സ്തോത്രം, വിടുതൽ കാണാതെ ആ വിഷയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ ആ അന്തരീക്ഷം ഹല്ലേലൂയ ദൈവത്തിന്റെ സ്തുതികളാൽ നിറയപ്പെടുമ്പോൾ അവിടെ ചില മാറ്റങ്ങൾ അവിടെ സംഭവിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ദൈവപ്രവൃത്തിക്കുള്ള ഒരു ഗ്രൗണ്ട്, അതുവരെ കംപ്ലൈന്റിന്റെ ഒരു ഗ്രൗണ്ട് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അകത്ത മനുഷ്യന് വല്ലാതെ ഭാരപ്പെട്ട് ഞരങ്ങി ഭയങ്കര ആൻസൈറ്റി ആയിട്ട് പിറുപിറുക്കുന്ന ഒരു സൗണ്ടാണ് അവിടെ മുഴങ്ങി കേട്ടിരുന്നെങ്കിൽ, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ ആ അന്തരീക്ഷം അവിടെ മാറുകയാണ്. ഒരു പോസിറ്റീവ് വൈബ്, ഒരു പോസിറ്റീവ് എനർജി നമ്മൾ പോലും അറിയാതെ, ഹല്ലേലൂയ, നമ്മുടെ മാനുഷിക വാക്കുകളിൽ പറയുവാണെങ്കിൽ അങ്ങനെയൊക്കെ പറയാം, ആ ഗ്രൗണ്ടിന് അത് കീഴടക്കാൻ തുടങ്ങും. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന അന്തരീക്ഷത്തെ, പക്ഷേ തേങ്ങലായിരിക്കാം ഉള്ളില്, നിരാശയായിരിക്കാം ഉള്ളില്, പക്ഷേ നാം ദൈവത്തെ, നമ്മുടെ ഇന്നർ മനുഷ്യനെയും ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ, സ്തോത്രം, ആ അന്തരീക്ഷം മാറും. ഹല്ലേലൂയ, സ്തോത്രം. ആ അന്തരീക്ഷ സ്തുതിയുടെ വൈബ്രൻസ് ആ അന്തരീക്ഷത്തെ കീഴടക്കാൻ തുടങ്ങും. സ്തോത്രം. പിന്നെ നമ്മൾ പോലും അറിയത്തില്ല, സ്തോത്രം, നമ്മൾ പോലും അറിയാതെ ആ ഗ്രൗണ്ടിന് നല്ല നിലത്ത് വെത്തിടുന്ന പോലെ ഒരു നല്ല നിലമായിട്ട് അന്തരീക്ഷത്തെ ദൈവം മാറ്റാനിടയായി തീരും. അവിടെ ദൈവപ്രവൃത്തിക്ക് വലിയ സാധ്യതയുണ്ട്. അവിടെ ഫാസ്റ്റ് ആയിട്ടുള്ള ദൈവിക ഇടപെടലുകൾ സംഭവിക്കും. പിന്നെ നമ്മൾ കരഞ്ഞുകൊണ്ടായിരിക്കത്തില്ല ദൈവത്തിൽ ഇരിക്കുന്നത്. കാരണം നമ്മൾ സേവിക്കുന്ന ദൈവം ആരെന്നുള്ളൊരു വിശ്വാസത്തിന്റെ അടുത്ത തലത്തിലോട്ട് നമ്മൾ കയറും. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസം, പൂർണ്ണമായിട്ടൊരു വിശ്വാസത്തിന്റെ തലത്തിലോട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ കയറ്റാനിടയായിത്തീരും. അവിടെ സ്തുതികൾക്ക് മാത്രമേ സ്ഥാനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ നിരാശപ്പെടുന്ന ചെറിയ 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 കാര്യങ്ങളായിട്ട്, അതായത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് വലുതായി തോന്നുന്നത് പ്രോബ്ലംസ് ആയിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുമുള്ള പ്രോബ്ലംസിനെ നമ്മൾ അറിയാതെ മാഗ്നിഫൈ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളറിയാതെ അതിനെ വലുതാക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിരാശപ്പെടുമ്പോഴും അത് തന്നെ സംഭവിക്കുന്നത്. അതേസമയം സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ പ്രോബ്ലംസ് അവിടെ ചെറുതാകും. അപ്പോൾ തന്നെ കർത്താവിന്റെ നാമം, അല്ലെങ്കിൽ യേശുവിന്റെ നാമം, ഇതിനെ വിടുവിക്കാൻ കഴിവുള്ള, ഈ വിഷയത്തിൽ എനിക്ക് സൊല്യൂഷൻ തരാൻ കഴിവുള്ള കർത്താവിന്റെ നാമം അവിടെ ഉയരാൻ തുടങ്ങും. ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാൻ തുടങ്ങും. ദൈവം നമുക്ക് വലുതായിട്ട് തോന്നും. ആ പ്രോബ്ലംസ് നമ്മുടെ കണ്ണിൽ, നമ്മുടെ സ്പിരിച്വൽ മാനർ പ്രോബ്ലംസിന് നേരെ ബ്ലൈൻഡ് ആയിക്കൊണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, എന്റെ മുമ്പിൽ ഇപ്പൊ കർത്താവ് മാത്രമേ ഉള്ളൂ, എന്റെ മുമ്പിൽ സൊല്യൂഷൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ അറിയാതെ സൊല്യൂഷൻസ്, നമ്മളറിയാതെ വഴികൾ നമുക്ക് മുമ്പിൽ തുറന്നു വരും. ഹലോ, അനേക വാക്യങ്ങൾ അതിന് സാധൂകരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ ദിവസം താല്പര്യം, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഓടിച്ചോടിച്ചു പോവുകയാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചു അബ്രഹാമിനെ കുറിച്ച്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, അടുത്ത വർഷം ഞാൻ വരുമ്പോഴേക്കും, ദൈവാത്മാവ് ഇടപെട്ടോടെ ഒരു കുഞ്ഞ് നിനക്കുണ്ടാവും. അബ്രഹാം അത് വിശ്വസിച്ചപ്പോൾ തന്നെ നമ്മളവിടെ വായിച്ചതാ, അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. കാരണം അവന് ആ വാഗ്ദത്ത നിവൃത്തി സംഭവിച്ചിട്ടില്ല. പിന്നെയും മാസങ്ങൾ, ഹല്ലേലൂയ, അതിനുവേണ്ടി അവൻ വെയിറ്റ് ചെയ്തു. പക്ഷെ ആ വെയിറ്റിംഗ് സീസണിൽ അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, കർത്താവെ, അങ്ങ് എനിക്ക് ആ മകനെ തന്നതിനായി നന്ദി. ആ മകനെ എൻ്റെ കർത്താവ് എൻ്റെ കരങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ എനിക്ക് തന്നതിനായി നന്ദി എന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ചില ദൈവപ്രവൃത്തികൾ അവന്റെ ലൈഫിൽ ഇങ്ങനെ അവനറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കും. വിശ്വാസത്തിന്റെ ഓരോ തലം, മറ്റുള്ളവർ കയറാൻ കഴിയാത്ത തലങ്ങളിലോട്ട് അബ്രഹാം പതുക്കെ കയറാൻ തുടങ്ങി. സ്തോത്രം. സ്തുതിക്കുമ്പോൾ സംഭവിക്കുന്നത് ഹല്ലേലൂയ, സ്തോത്രം. അല്ല, നമ്മുടെ സ്പിരിറ്റ് മാൻ ആക്റ്റീവ് ആകും. ഹല്ലേലൂയ. നമ്മുടെ ജഡ മനുഷ്യൻ അവിടെ അതിന്റെ ശക്തിയെല്ലാം കുറഞ്ഞ് നമ്മുടെ സ്പിരിറ്റ് മാൻ ആക്റ്റീവ് ആകുമ്പോഴേക്കും ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവർത്തികൾ, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ദൈവപ്രവർത്തികൾ, അതെങ്ങനെ സംഭവിക്കും നമുക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. ആ വഴികളിലൂടെ കർത്താവ് നമ്മുടെ കരങ്ങൾ കൊണ്ടുതരും, നമ്മുടെ കരങ്ങളിലേക്ക് എത്തിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്കിലൂടെ വായിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. എബ്രായ ലേഖനം 13:15 പറയുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം. ഇവിടെ സ്തുതി എന്ന് പറയുന്ന ഒരു യാഗമായിട്ടാണ് കാണുന്നത്. സ്തോത്രം, ഒരു സാക്രിഫൈസ് ആയിട്ട്. ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയ സാക്രിഫൈസ് ആണ്. ഹല്ലേലൂയ. ഒരു യാഗമായിട്ട് ഇവിടെ സ്തുതിയെ കാണുക. സ്തോത്രം. അപ്പോൾ അത് നിസ്സാര കാര്യമല്ലെന്ന് എബ്രായ ലേഖന കർത്താവിനെ വിളിച്ചു പറയുക. സ്തോത്രം.
ഇടവിടാതെ ഇറങ്ങി, ഇടവിടാതെ കർത്താവിനെ സ്തുതിച്ച നമ്മുടെ ലൈഫിൽ ഹാലല് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഹാല ഇനിയുള്ള സമയങ്ങളിൽ, ഇനിയുള്ള യാത്രകളിലൊക്കെ എപ്പോഴും സ്തുതി, ഈ സ്തോത്രം നമ്മുടെ നാവിലുണ്ടാകട്ടെ. ഹാലയിൽ ഏത് സാഹചര്യങ്ങൾ വരുമ്പോഴും അറിയാതെ ഈ സ്തോത്രം ഉണ്ടെങ്കിൽ സ്തോത്രം ഹാല മറ്റു ഒന്നും നമ്മളെ നോക്കിയെത്തില്ല, നമ്മുടെ അകത്തെ മനുഷ്യനെ വന്ന് ഡിസ്റ്റർബ് ചെയ്യത്തില്ല, നോയ്സ് ഉണ്ടാകത്തില്ല. ഈ സ്തോത്രം ഹാല അതിൻ്റെ എല്ലാ നോയ്സിന്റെ മേലെ സ്തോത്രം നിൽക്കാൻ തുടങ്ങുമ്പോൾ സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ഹാലലുയ ഇവിടെ ലേഖനകർത്താവ് പറയുന്നത് പോലെ ഹാലലുയ നമ്മുടെ ഇമോഷനേക്കാളും നമ്മുടെ ഫീലിങ്സിനേക്കാളും ഉപരി മേലെ ഈ സ്തുതിയുടെ ശബ്ദം നിൽക്കുമ്പോൾ സ്തോത്രം ബാക്കി ശബ്ദങ്ങളെല്ലാം അവിടെ പതുക്കെ സൈലന്റ് ആകാൻ തുടങ്ങും. ഹാലലുയ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ശബ്ദങ്ങൾ, നമ്മളെ നിരാശപ്പെടുത്തുന്ന ശബ്ദങ്ങൾ, കാരണം നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഫൈറ്റ് ഉണ്ട്. ഹാലയിൽ ഓരോ സമയത്ത് ഓരോ രീതിയിൽ നമുക്ക് ഫൈറ്റ് ഉണ്ട്. ചിലപ്പോൾ ഫിസിക്കലായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടായിരിക്കാം, പല രീതിയിൽ ഫൈറ്റുകൾ കയറി വരും. പക്ഷേ ഈ സ്തുതി എന്നുള്ള ആയുധം നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ, അതിനെ നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ, അതിന് നമ്മൾ ഹാലൊരു സാക്രിഫൈസ് ആയിട്ട് യാഗമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ എപ്പോഴും മനഃപൂർവ്വമായിട്ട്, അതായത് ഇമോഷണലി പറയാനല്ല പറഞ്ഞത്, പക്ഷെ ഇന്റൻഷനലി നമ്മൾ പറയണം. ഹാലലുയ ഇന്റൻഷൻ ഇതെന്റെ ആവശ്യമാണ് എന്ന ഇന്റൻഷനോടെ നമ്മൾ സ്തുതി പറയാൻ തുടങ്ങുമ്പോൾ, നമ്മൾ സ്തോത്രം പറയാൻ തുടങ്ങുമ്പോൾ സ്തോത്രം നമ്മുടെ സാഹചര്യങ്ങളെ ഓട്ടോമാറ്റിക്കായിട്ട് പരിശുദ്ധാത്മാവോടെ മാറ്റാൻ ഇടയായിത്തീരും. വലിയ ദൈവപ്രവൃത്തികളോട് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകാൻ തൊക്കെ ഇടയായിത്തീരും. 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18 ഇങ്ങനെ പറയുന്നു: എല്ലാറ്റിനും സ്തോത്രം ചെയ്യും, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. അത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും ദൈവസേനയെ വെച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാൻ നാം ശീലിക്കണം. ഹാലലുയ കർത്താവിന് ഇഷ്ടമത, കാരണം ആ വിഷയത്തിന് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന മറുപടി ആയിരിക്കും ഒരുപക്ഷെ ദൈവത്തിന്റെ മറുപടി എങ്കിൽ നമ്മളത് സ്തോത്രം ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്തോത്രം ദൈവത്തിന്റെ മറുപടി ആ വിഷയത്തിൽ ഉണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ മൈൻഡിനെ കർത്താവ് കാമാക്കുകയായിരിക്കും ചെയ്യുന്ന ആ നിമിഷം. സാഹചര്യം എപ്പോഴും അതുപോലെ അവിടെ ഉണ്ടാവും. പക്ഷെ കർത്താവിന് വേണ്ടത് ദൈവത്തിന്റെ ഇഷ്ടം നമ്മളവിടെ കൂളായിട്ടിരിക്കാന്നായിരിക്കും. ആ ഒരു ദൈവിക ഇഷ്ടം നടക്കണമെങ്കിൽ എപ്പോഴും കർത്താവിന് സ്തോത്രം ചെയ്യുന്നവരാണ്, കർത്താവിന് നന്ദി പറയുന്നവരാണ്. സ്തോത്രം ചെയ്യാന്ന് പറയുമ്പോൾ കർത്താവിന് നന്ദി പറയുക, സ്തോത്രം സ്തുതിക്കുക, സ്തോത്രം പ്രൈസ് ഹല്ലേലൂയ എന്ന് പറയുന്നത് മാത്രമല്ല, കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ സ്തോത്രം ദൈവത്തിന്റെ പദ്ധതി ഞാൻ പറഞ്ഞ പോലെ വിഷയം ഒരുപക്ഷെ അവിടെ മാറിയില്ലെങ്കിലും മാറാതിരിക്കാം. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ ആ ഒരു കൊടുങ്കാറ്റിനെ കർത്താവ് ശാന്തമാക്കിയിരിക്കും. അതിനൊരു വ്യത്യാസം കർത്താവ് തന്നിരിക്കും. ഹല്ലേലൂയ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നതിലും ഏറ്റവും വലിയ കാര്യമാണ് കർത്താവിന്റെ അല്പനേരം പോയി സ്തുതിക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് കയറി വരുന്ന ചില ഗാനങ്ങളെ ഹാലയില് നമ്മുടെ സ്പിരിറ്റ് ദൈവത്തിന്റെ ആത്മാവ് ഒന്നായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ പാടുമ്പോൾ, ദൈവത്തിന് നന്ദി പറയുമ്പോൾ സ്തോത്രം ഹാലയില് നമ്മൾ അറിയാത്ത ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ദൈവ ശക്തി നമ്മുടെ അകത്ത മനുഷ്യനെ ശക്തിപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്തോത്രം അതുകൊണ്ട് തന്നെ സ്തോത്രം സങ്കീർത്തനക്കാരൻ 92-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായ യഹോവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും നല്ലത്. സ്തോത്രം ഹാലയില് അത്യുന്നതനായ യഹോവ. അപ്പൊ നമ്മൾ സ്തുതിക്കുന്ന ദൈവം എല്ലാറ്റിലും ഉന്നതനായ ദൈവമാണ്. ഹാലയിലൂയ ഇന്ന് കാണുന്ന പ്രോബ്ലംസിലും ഇന്ന് കാണുന്ന പ്രശ്നങ്ങളിലും ഇന്ന് എന്തൊക്കെ ഈ ലോകത്തിൽ അല്ലെങ്കിൽ നമുക്ക് മുമ്പിൽ ഹാലയിലൂയ നമുക്ക് പുകഴ്ത്താൻ ഗ്ലോറിഫൈ ചെയ്യാനുണ്ടോ അതിലെല്ലാറ്റിലും വലുതായ ദൈവത്തെയാണ്, ആ ദൈവത്തിന്റെ നാമത്തെയാണ് ഞാൻ സ്തുതിക്കുന്നത്. ആ ഒരു ബോധ്യത്തിലോട് നമ്മൾ കയറിയിട്ട് വേണം സ്തുതിക്കാനായിട്ട്. നമുക്ക് ഈസി ആയിട്ട് സ്തോത്രം എന്ന് പറയാൻ പറ്റും. പക്ഷെ നമ്മൾ സ്തോത്രം പറയുമ്പോൾ നമ്മൾ ഏത് നാമത്തെയാണ് സ്തുതിക്കുന്നത്, നമ്മൾ ഏത് നാമത്തെ അവിടെ മാഗ്നിഫൈ ചെയ്യുന്നത്? സ്തോത്രം സകലത്തിലും വലുതായ നാമത്തെ, സകല പ്രശ്നങ്ങളെക്കാളും വലുതായ നാമത്തെ, സകല പ്രയാസങ്ങളെക്കാളും ചലഞ്ചസിനെക്കാളും വലുതായ അത്യുന്നതനായ ആ ദൈവത്തിന്റെ നാമത്തെ നമ്മൾ സ്തുതിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്കറിയാം, നമ്മൾ അടുക്കളയിലൊക്കെ കുക്ക് ചെയ്യുന്നവരാണ്. പക്ഷെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ കറിയൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിഷൊക്കെ ഉണ്ടാക്കി ലാസ്റ്റ് നമ്മളൊരു കാര്യം ചെയ്യും, അതിന് വറവിടുക എന്ന് പറയും. ഞാനൊക്കെ എങ്ങനെ പറയും, അല്ലെങ്കിൽ സീസണിങ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ കറിക്കൊരു വല്ലാത്ത ഫ്ലേവർ ഉണ്ടാവും അല്ലേ, ഒരു പ്രത്യേക ഫ്ലേവർ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. എന്ന് പറയും പോലെ സ്തുതി എന്ന് പറയുന്നത് നാം ചെയ്യുന്ന ആ പ്രവൃത്തിയിലെ നമ്മൾ അറിയാത്ത ഒരു ഫ്ലേവർ അതിന് കൊടുക്കുന്നതാണ് സ്തുതി എന്ന് പറയുന്നത്. സ്തോത്രം അതത്ര എന്താ പറയാ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമല്ല. സ്തോത്രം സീസണിങ് ചെയ്യുന്നത് ഒരിക്കലും ഡിഫിക്കൽട്ടായ കാര്യമല്ല. സ്തോത്രം പക്ഷേ യഥാർത്ഥമായിട്ട് ആ ഡിഷിന്റെ ആ ഫ്ലേവർ നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഫ്ലേവർ നമ്മൾ സീസണിങ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഫ്ലേവർ നമ്മളിലോട്ട് എത്തുന്നത്. നമ്മളിലോട്ട് മാത്രമല്ല മറ്റുള്ളവരിലോട്ട് അത് എത്താനിടയായി.
ഇപ്പൊ സ്തുതിക്കുമ്പോൾ, സ്തുതിച്ചു തുടങ്ങുമ്പോൾ നമ്മളായിരിക്കുന്ന വിഷയത്തിന്റെ ആ ഒരു ഫ്ലേവർ ഹല്ലേലൂയ നമുക്ക് മറ്റുള്ളവരിലോട്ടും എത്തിക്കുവാൻ ദൈവം ഇടയാക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഒരു വാക്യം കൂടി വായിച്ചിട്ട് വാക്കുകളെ നിർത്തി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുക. സ്തോത്രം. സങ്കീർത്തനം 16:7 ഇങ്ങനെ പറയും, എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നെ യഹോവയെ ഞാൻ വാഴ്ത്തും, രാത്രി കാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കും. സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയും, എനിക്ക് ബുദ്ധി ഉപദേശിച്ചത് യഹോവയെ ഞാൻ വാഴ്ത്തും, കാരണം രാത്രി കാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കും. അപ്പം എപ്പോഴും ദൈവത്തെ വാഴ്ത്തുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തി ഉപദേശിക്കാൻ മറ്റൊരാൾ വരേണ്ട ആവശ്യമില്ല. ആ വ്യക്തിക്ക് വേണ്ട ഉപദേശം അവന്റെ ഹൃദയം തന്നെ രാത്രികാലങ്ങൾ, എന്റെ അന്തരംഗം, എന്റെ ഇന്റർ മനുഷ്യൻ എന്നെ ഉപദേശിക്കുന്നു, എനിക്ക് വേണ്ട വഴിയെ കാണിച്ചു തരുന്നു, എനിക്ക് വേണ്ട ബുദ്ധിയെ പറഞ്ഞു തരുന്നു. സ്തോത്രം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എന്റെ കർത്താവിനെ ഞാൻ വാഴ്ത്തിക്കൊണ്ടിരിക്കും. ദൈവത്തെ ഒന്ന് വാഴ്ത്തി നോക്കിക്കേ. സ്തോത്രം. കർത്താവിനെ ഒന്ന് സ്തുതിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. നമ്മളുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെടുമ്പോൾ, സ്തോത്രം, നമ്മുടെ ഇമോഷനിലുള്ള സകല ഹല്ലേലൂയ എല്ലാ ക്ലറ്റേഴ്സിനെയും ഉടച്ച് എന്താ പറയാ, അതിനെല്ലാം മാറ്റി, സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവിന്റെ ചില വഴികളെ, ദൈവിക ശബ്ദങ്ങളെ കേൾക്കുവാൻ തക്കവണ്ണം, ദൈവിക വഴികളെ ഉപദേശിച്ചു തരുന്ന പരിശുദ്ധാത്മാവിനെ കേൾക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഏറ്റവും അടുത്ത് വരുന്ന സമയങ്ങൾ സ്തുതിയുടെ സമയങ്ങൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അല്ല എങ്കിൽ, സ്തോത്രം, നമുക്കറിയാം, നമ്മൾ കിച്ചണിൽ ഒരുപാട് തിരക്കുള്ള സമയങ്ങളിലൊക്കെ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാൻ ഇങ്ങനെ കൂട്ടിയിട്ട് കിടന്നുണ്ടെങ്കിൽ സിങ്കിൽ പാത്രങ്ങളെല്ലാം നിറഞ്ഞു കിടക്കും. സ്തോത്രം. കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാകത്തില്ല. ഒരുപാട് കംപ്ലൈൻസും ഒരുപാട് നിരാശകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഈ കൂട്ടിയിട്ടിരിക്കുന്ന സിങ്ക് പോലെയാണ്, പാത്രങ്ങള് കൂട്ടിയിട്ടിരിക്കുന്ന സിങ്ക് പോലെയാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നത്. സ്തോത്രം. അങ്ങോട്ടേക്ക് ഇപ്പൊ ദൈവത്തിനൊന്നും അല്ല ആർക്കും കയറി വരാൻ സാധിക്കത്തില്ല. അതേസമയം സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ, സ്തോത്രം, നമ്മൾ അറിയാത്ത ദൈവിക പ്രകാശം നമ്മുടെ അകത്ത മനുഷ്യനെ സംഭവിക്കുക. സ്തോത്രം. കർത്താവ് പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും, നമ്മെ ട്രെയിൻ ചെയ്യും. ഹല്ലേലൂയ. ദൈവം നമ്മളോടൊപ്പം സംസാരിക്കുന്നുണ്ട്. ഇവൻ ക്വയറ്റ് സീസണിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടുന്നുണ്ട്. ദൈവം നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ദൈവം അടുത്ത് വന്നിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മൾ അവിടെ എഴുന്നേറ്റ് വന്ന് എല്ലാം എൻ്റെ കഴിവിലാണ് നടക്കേണ്ടത്, എന്നിലാ സംഭവിക്കേണ്ടത് എന്ന് പറഞ്ഞ് നമ്മളെ പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് മാറിയിരിക്കും. കർത്താവിനൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലൊരു വാക്യം, പ്രയറല്ല, യാക്കോബ് ഇങ്ങനെ പറയും, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ ഇറങ്ങി വരുന്നു, അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ. അതായത് ജീവിതം ചെയ്തിരുന്ന എല്ലാ നന്മകളും ദൈവമായി തരുന്നത്, എല്ലാ ഗിഫ്റ്റുകളും, എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ നന്മയുടെയും സോഴ്സ് യേശുവാണ്, ദൈവമാണെന്നുള്ളൊരു തിരിച്ചറിവ് വരുന്നിടത്താണ് നമ്മളെ തന്നെ താഴ്ത്താൻ തുടങ്ങും. സ്തോത്രം. നമ്മളിപ്പോൾ ആയിരിക്കും, നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ഒന്ന് എടുത്ത് നോക്കിക്കേ. നമ്മളിന്ന് ഉണരാൻ കർത്താവ് നമ്മെ സഹായിച്ചു അല്ലെ? എത്രത്തോളം ആരോഗ്യത്തോടെ ഇരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചു. എന്തെല്ലാം ആക്സിഡൻസ്, മൈനർ ആക്സിഡൻസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാമായിരുന്നു, പ്രത്യേകിച്ച് കഴിഞ്ഞൊരു വർഷം മുഴുവൻ എടുത്ത് നോക്കി. പക്ഷെ അവിടെ എല്ലാം നമ്മൾ അറിയാതെ നമ്മൾ വലിയ വലിയ വിഷയങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടുമ്പോൾ കർത്താവ് വിടുവിച്ച ചെറിയ ചെറിയ കാര്യങ്ങളെ നമ്മൾ മറന്നു പോവുകയാണ്. സ്തോത്രം. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മളായിരിക്കണം, നമുക്ക് തന്ന മാന്യതകളെല്ലാം ദൈവത്തിന്റെ ഗിഫ്റ്റാണ്. അതെല്ലാം കർത്താവാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്. നമ്മുടെ ഇഫോർട്ട് മാത്രമേ നമുക്ക് ഒരിക്കലും പോരാൻ പറ്റത്തില്ല. സ്തോത്രം. അങ്ങനെ ആകുമ്പോൾ കർത്താവ് നമ്മൾ എത്രത്തോളം സ്തുതിക്കേണ്ടതാണ്, എത്രത്തോളം നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകേണ്ട ദൈവത്തിന്റെ സന്നിധിയിൽ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ ഇത്രത്തോളം ആരോഗ്യത്തോടെ കർത്താവ് നമ്മുടെ പ്രിയപ്പെട്ട ദൈവം നടത്തിയില്ലേ, നിർത്തിയില്ലേ. സ്തോത്രം. ഇതെല്ലാം ദൈവത്തിന്റെ നന്മയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുടെ മറ്റി അല്പം കൂടി വെയിറ്റ് ചെയ്യുവാനും, പറഞ്ഞതുപോലെ കർത്താവിനെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിപ്പാനും കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഇന്ന് വിട്ടുകൊടുത്ത് കർത്താവിന്റെ സന്നിധി നന്ദിയുള്ളവരായി, സ്തോത്രം, ഇരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ആത്മീയ, നമ്മുടെ സ്പിരിറ്റ് മാൻ അതിനെ ഇമോഷണലി തകർക്കുന്ന, അതിനെ ഇടിക്കുന്ന ഒന്നിനെ ഞാൻ സമ്മതിക്കത്തില്ല. കർത്താവിന്റെ സന്നിധിയിൽ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട്, വളരെ നന്ദിയുള്ള ഹൃദയത്തോടെ, അപ്പൊ അങ്ങ് ചെയ്തു തരുന്ന എല്ലാ നന്മയ്ക്കാണ് ഞാൻ അറിയും, അങ്ങയുടെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ ഞാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള ആഴമേറിയ സമർപ്പണത്തോടെ അധരബലം എന്ന സ്തോത്രയാകട്ടെ. സ്തോത്രം ഇടപെടാതെ അർപ്പിക്കുവാൻ പരിശുദ്ധ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ചെയ്യുമ്പോൾ ഇന്ന് നാം പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങൾക്ക്
വലിയ മറുപടികളെ വരും ദിവസങ്ങളിൽ സാക്ഷ്യമായിട്ട് പറയുവാൻ കർത്താവ് നമ്മെ സഹായിക്കണം. അപ്പോൾ തന്നെ ആ വിഷയത്തിന് മറുപടി കിട്ടിയിട്ടല്ല, അതിനു മുൻപേ കർത്താവെ ആ വിഷയം കേട്ടതിനായി നന്ദി, അതിന് മറുപടി തന്നതിനായി നന്ദി എന്ന് ധൈര്യത്തോടെ പറയുവാൻ, അധികാരത്തോടെ പറയുവാൻ, വിശ്വാസത്തോടെ പറയുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയങ്ങൾ തന്നദാസനെ